ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ബ്ലീച്ച് പരിചയപ്പെടുത്തി തരാം. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അത്ര ക്ലിയറായിട്ട് പറയുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഫെമ്മ ബ്രാൻഡിൻ്റെ ബ്ലീച്ചാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേഷ്യൽ, ടീ ടാൻ, ക്ലീനപ്പ് ഒക്കെ ചെയ്യുന്നത് പോലെ പാർലറിൽ പോയിട്ടും പോകാതെയും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പാർലറിൽ പോകാതെയും നമുക്കൊരു ഫങ്ഷനൊക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഗ്ലോ ഫേസിൽ വേണം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ എന്തുപയോഗിച്ചാലും അത് നമ്മളെ സ്വന്തം റിസ്കിൽ വേണം എടുക്കാൻ. എല്ലാത്തിലും കെമിക്കലുകൾ ഉണ്ടാവും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ഫേസിലിടാൻ പറ്റൂല എന്നുള്ള രീതിക്ക്. അപ്പോൾ ഫേസിലിടാൻ പറ്റൂല എന്നാൽ നമുക്കിതൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആവില്ല. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് സ്വന്തം റിസ്കിൽ വേണമെന്ന് മാത്രം. ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം, ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കണ്ട. നമ്മൾ ബ്ലീച്ച് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന രോമങ്ങളെ കളറ് ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുള്ളതുപോലെ ഒരു ഗ്ലോ വന്നിട്ടുള്ളത്, ഒരു ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പം ബ്ലീച്ച് ഉപയോഗിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണിത്. ഇതിന് ആദ്യം തന്നെ നമ്മൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യണം, നിർബന്ധമായിട്ട് അത് ചെയ്യണം. അത് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. കാരണം എല്ലാവർക്കും എല്ലാം പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമുക്ക് ഇവിടെയോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് എമൗണ്ടിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അലർജി ഉണ്ടോ എന്നൊക്കെയുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് 15 മിനിറ്റിൽ കൂടുതൽ ഫേസിൽ വെക്കാനേ പാടില്ല. 15 മിനിറ്റ് മാത്രമേ ഇത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ ഒരു കുഞ്ഞ് ബോക്സിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപയാണ്. എല്ലാ ഫാൻസി ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, ഓൺലൈനിലും ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം. ബോക്സിൽ ഉണ്ടാവുന്നത് നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു പേപ്പർ ഉണ്ടാവും, പിന്നെ ക്രീമും ആക്ടിവേറ്ററും. ഈ ആക്ടിവേറ്റർ നമുക്ക് കിട്ടുന്നത് ഇത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ്. ഇതിനെ അറിഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷം 7 വർഷത്തിന് മുകളിലായി. ഞാൻ ബ്ലീച്ചായി ഫേസിലിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടിട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഫേസിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഇട്ടതായിട്ടേ ഉള്ളൂ. അല്ലാതെയൊക്കെ ഞാനിത് പണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കളർ ഇപ്പോൾ എൻ്റെ ഹെയറിലുണ്ട് ചെറിയൊരു ഇതിൽ. അപ്പം എനിക്കിതിനെ അറിയാം, ഹെയർ കളർ ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടേ. നമ്മുടെ രോമങ്ങളിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച്, അതായത് അപ്പോൾ നമ്മൾ ഫേസിൽ ഇട്ടിട്ടുണ്ട് എന്നാണെങ്കിലും ഒരിക്കലും നമ്മൾ ഈ പുരികം ഹെയർ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ അവിടെ ഒന്നും ആവാൻ പാടില്ല. ആയിട്ടുണ്ടെന്നാണെങ്കിൽ അവിടെ ഒരു ലൈറ്റ് ബ്രൗൺ എന്നുള്ള രീതിക്ക് ഹെയറിൻ്റെ ഒക്കെ കളറ് മാറും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ മിക്സ് ചെയ്ത് വെച്ച് പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യുക. 15 മിനിറ്റിന് ശേഷം കൂൾ വാട്ടറിലോ തണുത്ത സാധാ വെള്ളത്തിലൊക്കെ മുഖം കഴുകുക. ജസ്റ്റ് ടവൽ വെച്ചിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് വീശി കൊടുക്കുക, ഡ്രൈ ചെയ്യുക. അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എനിക്കിതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ നൊസ്റ്റാൾജിയ വരും. ഇങ്ങനെയുള്ളത് ഇതാണ് ആക്ടിവേറ്റർ. ഒരു പൗഡർ ഫോമിലാണ് ഉണ്ടാവുക ആക്ടിവേറ്റർ. ആൻഡ് നമ്മളിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. അതായത് ആക്ടിവേറ്ററിൻ്റെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസിലെ മുടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഫേസിലേക്ക് വീഴാനേ പാടില്ല.
വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സ്റ്റാർട്ട്. കണ്ണിന് ചുറ്റും ഇടാൻ വേണ്ടി പാടില്ല, കണ്ണിന് ചുറ്റും അവോയ്ഡ് ചെയ്യണം. മാത്രമല്ല ഇട്ടതിന് ശേഷം നമുക്കൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഓവറായിട്ട് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെന്നാണെങ്കിൽ അപ്പം തന്നെ കഴുകിക്കളയുക. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു ചേഞ്ച് തന്നെ എൻ്റെ ഫേസിലുണ്ട്. എനിക്ക് നേരിട്ട് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് നല്ലപോലെ അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വെയിൽ കൊള്ളാനേ പാടില്ല, ഒട്ടും വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഡാർക്കാവുക ചെയ്യില്ല സ്കിന്ന്. പരമാവധി വെയിലിൽ നിന്ന് ഒന്ന് ഒളിച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആഴ്ച കൂടുമ്പോൾ ഒന്നും ബ്ലീച്ച് ചെയ്യാൻ പാടില്ല. ഒരു ബ്ലീച്ച് ചെയ്ത് അതിന് 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 42 ദിവസത്തിന് ശേഷം ഞാൻ അടുത്ത ബ്ലീച്ച് ചെയ്യാൻ പാടുള്ളൂ. നല്ല സ്കിന്നിന് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. നിങ്ങൾക്കിത് വേണം, പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഇത് വാങ്ങി ബ്ലീച്ച് ഫെമ്മിൻ്റെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡുകളുടെ ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് തന്നെ വർക്കാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.